ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടത്തിലെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 49 മണ്ഡലങ്ങളിലാണ് 20-ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അമേഠി, റായ്ബറേലി, അയോധ്യ, മുംബൈ നഗരത്തിലെ മണ്ഡലങ്ങൾ അടക്കം രാജ്യത്തെ ശ്രദ്ധേയമായ മണ്ഡലങ്ങളിലാണ് തിങ്കളാഴ്ച വിധിയെഴുത്തുണ്ടാകുന്നത്. ഇതിനൊപ്പം തന്നെ ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടവും 20-ന് നടക്കും. കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേർന്നുണ്ട്. നന്ദഗോപൻ, എത്രത്തോളം ആവശ്യത്തിലാണ് മുന്നണികൾ? വിഷ്ണു, 49 മണ്ഡലങ്ങൾ, അതും 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായാണ് ഈ 49 മണ്ഡലങ്ങളുള്ളത്. ഇന്ന് അവിടെ പരസ്യപ്രചരണം അവസാനിക്കുന്നു. തിങ്കളാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു. പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ് ഈ 5ാം ഘട്ടത്തിൽ എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രീയം പ്രധാനമായും ഉറ്റുനോക്കുന്ന അമേഠി, റായ്ബറേലി അടക്കമുള്ള മണ്ഡലങ്ങൾ. ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളുള്ളത്. ഉത്തർപ്രദേശിലെ 14 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കൂടാതെ മഹാരാഷ്ട്രയിൽ 13ഇടത്തും, അതേപോലെ തന്നെ പശ്ചിമ ബംഗാളിൽ 7ഇടത്തും തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതേപോലെ തന്നെ ബീഹാർ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലെ 5 മണ്ഡലങ്ങൾ വീതവും, ജാർഖണ്ഡിലെ 3ഇടത്തും, ജമ്മു ആൻഡ് കാശ്മീരിലെ 1ഇടത്തും, ലഡാക്കിൽ 1ഇടത്തും, ഇങ്ങനെയാണ് ഈ 49 മണ്ഡലങ്ങൾ. ഇതിലേറ്റവും പ്രധാനം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിലെ അമേഠിയും റായ്ബറേലിയും വളരെ ശ്രദ്ധേയമായ മണ്ഡലങ്ങളാണ്. ഒപ്പം തന്നെ ലക്നൗ മണ്ഡലവും ശ്രദ്ധേയമായ മണ്ഡലം എന്ന് വേണം വിശേഷിപ്പിക്കാൻ. ഇതിൽ അമേഠിയിലേക്ക് പരിശോധിക്കുമ്പോൾ അവിടെ കഴിഞ്ഞ തവണ സ്മൃതി ഇറാനി വളരെ ചെറിയ മാർജിനിലാണ് വിജയിച്ചതെങ്കിലും ഇത്തവണ അവിടെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി സ്മൃതി ഇറാനിക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് അവിടെ കിഷോറിലാൽ ശർമ്മ എന്നുള്ള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് വലിയ ജനപിന്തുണ ഇല്ല എന്നുള്ളതാണ് വിവിധ സർവേ ഫലങ്ങളിലും മറ്റും പുറത്തു വന്നത്. മാത്രമല്ല, ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ അമേഠിയിലെ വികസന പ്രവർത്തനങ്ങൾ, 2014 അവിടെ സ്മൃതി ഇറാനി മത്സരിച്ചെങ്കിലും അവിടെ രാഹുലിനോട് പരാജയപ്പെടുകയായിരുന്നു. അപ്പോഴും അവർ ആ മണ്ഡലം വിട്ടുപോയിട്ടില്ല. പകരം ആ 5 വർഷക്കാലം അവിടെ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ എത്തിക്കുവാൻ സ്മൃതി ഇറാനി പരിശ്രമിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തുടർന്നാണ് 2019 അവിടെ സ്മൃതി ഇറാനിക്ക് വിജയമുണ്ടാകുന്നത്. തുടർന്ന് വീണ്ടും 5 വർഷക്കാലം കൂടി ലഭിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികളാണ് അവിടെ സ്മൃതി ഇറാനിക്ക് എത്തിക്കാനായത്. ഈ കോൺഗ്രസ് ഭരണകാലത്ത്, അല്ലെങ്കിൽ രാഹുൽ അവിടെ MP ആയിരുന്ന കാലത്ത് അവിടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ സൗകര്യമില്ലായിരുന്നു. അതേപോലെ തന്നെ ഈ കുടിവെള്ളം ലഭിക്കാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ വലിയ പരിതാപകരമായ അവസ്ഥയിലായിരുന്നു അമേഠിയിലെ ജനങ്ങൾ. എന്നാൽ ഇപ്പോൾ അവിടുത്തെ ചിത്രം ആകെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അമേഠിയിലാകെ പുരോഗമനമുണ്ടായി. അതിന് ആധാരമായ സ്മൃതി ഇറാനി എന്നുള്ള കേന്ദ്രമന്ത്രിയാണ്. അത് ജനങ്ങൾ വിസ്മരിക്കില്ല എന്നുള്ളതാണ് ഈ സർവേ ഫലങ്ങളിലും മറ്റും സൂചിപ്പിക്കുന്നത്. അങ്ങനെ അമേഠിയിൽ ഇത്തവണ വലിയ ഭൂരിപക്ഷത്തിൽ BJP വിജയം കാണുന്നു. ഒപ്പം അടുത്ത പ്രധാനപ്പെട്ട ഒരു മണ്ഡലം രാഹുൽ മത്സരിക്കുന്ന റായ്ബറേലിയാണ്. അവിടെ ദിനേശ് പ്രതാപ് സിംഗ് രാഹുലിനെതിരെ ശക്തമായ മത്സരമാണ് അവിടെ കാഴ്ചവെക്കുന്നത്. അവിടെയും ഇന്ന് പരസ്യപ്രചരണം അവസാനിക്കുമ്പോൾ വിവിധ മുന്നണികൾ പരമാവധി വോട്ടുകൾ ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വർക്ക് ചെയ്യുന്നു എന്നുള്ള കാഴ്ചയാണ് നമുക്ക് റായ്ബറേലിയിൽ കാണാൻ കഴിയുന്നത്. റായ്ബറേലിയും നമുക്കറിയാം കോൺഗ്രസിൻ്റെ പരമ്പരാഗത സീറ്റായിരുന്നു. സോണിയാഗാന്ധി MP ആയിട്ടുള്ള മണ്ഡലമാണ്. എന്നാൽ അവിടെ തോൽവി ഭയന്നാണ് സോണിയ രാജസ്ഥാനിൽ നിന്നും രാജ്യസഭയിലേക്ക് എത്തിയത് എന്നുള്ള ആക്ഷേപങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ റായ്ബറേലിയിൽ അവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും വേണ്ട രീതിയിൽ വികസിക്കാത്ത ഒരു സാഹചര്യം. ഈ സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അവിടുത്തെ MP-ക്ക്, അതായത് സോണിയാഗാന്ധിക്കെതിരെ വലിയൊരു വികാരം താഴെത്തട്ടിലെ ജനങ്ങൾക്കുണ്ട്. ആ വികാരം മുതലെടുക്കാൻ കഴിയും എന്നുള്ള, അല്ലെങ്കിൽ അത് വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് അവിടെ ദിനേശ് പ്രതാപ് സിംഗിന്. വലിയ മാർജിനിലോടുകൂടി രാഹുലിനെ തോൽപ്പിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് അവിടെ BJP-ക്കുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം ലക്നൗ ആണ്. അവിടെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മത്സരിക്കുന്നു. വലിയ ഭൂരിപക്ഷവും അവിടെ ലഭിക്കുമെന്ന് BJP കണക്ക് കൂട്ടുന്നു. ഇങ്ങനെ ഉത്തർപ്രദേശിലെ 14 ഇടങ്ങളിൽ മത്സരം നടക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ 13 ഇടങ്ങളിലും മത്സരം നടക്കുന്നു. ഇതിൽ മുംബൈ നഗരം കേന്ദ്രീകരിച്ചുള്ള മണ്ഡലങ്ങളാണ് കൂടുതലായും ഉൾപ്പെടുന്നത്. അതിൽ മുംബൈ നോർത്തിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ മത്സരിക്കുന്നു എന്നുള്ളതാണ്. ഇതിന് മുമ്പ് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച വ്യക്തിക്ക് അവിടെ 6.25 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നു കഴിഞ്ഞ 2 തവണയും ലഭിച്ചത്. സ്വാഭാവികമായും ഇത്
പീയൂഷ് ഗോയൽ, അതായത് മുംബൈ നോർത്തിൽ പീയൂഷ് ഗോയലിൻ്റെ കന്നി അംഗമാണെങ്കിൽ കൂടിയും അവിടെ വലിയ മാർജിനോടുകൂടി, അതായത് കഴിഞ്ഞ 2014-ലും 2019-ലും ലഭിച്ച ഭൂരിപക്ഷത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടി അവിടെ വിജയിക്കാൻ കഴിയുമെന്ന് BJP കണക്ക് കൂട്ടുന്നു. വ്യക്തമാണ്. നന്ദഗോപനാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.